ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണ് ലഭിക്കുന്ന അവസരങ്ങൾക്കായി കണ്ണു നട്ടിരിക്കുന്ന ആരാധകർ ഏറെയാണ്. സഞ്ജുവിനെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മുൻപ് ഏറ്റവും അധികം പ്രകടിപ്പിച്ചത് ഇപ്പോഴത്തെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ ആയിരുന്നു. രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി ഗൗതം ഗംഭീർ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതല ഏറ്റെടുത്തിരുന്നു. ഇതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയ അഴിച്ചുപണിയിലേക്കാണ് നീങ്ങിയത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയ ശേഷം ഇതിനോടകം ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. നായക സ്ഥാനത്തടക്കം വലിയ അഴിച്ചുപണി നടത്തി ഇതിനോടകം ഗംഭീർ എല്ലാവരുടെയും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. യുവതാരങ്ങൾക്കടക്കം പ്രതീക്ഷ നൽകുന്ന നിലപാടുകളാണ് ഗംഭീർ ശ്രീലങ്കൻ പരമ്പരയിലൂടെ എടുത്തിരിക്കുന്നത്. ശ്രീലങ്കൻ പര്യടനമാണ് ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ പരീക്ഷണം. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണ് ഇടം ലഭിച്ചില്ല. അതേസമയം 2020-ൽ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സെഞ്ചുറി നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയുള്ള ടൂറിലാണ് സഞ്ജു ഒഴിവാക്കപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സഞ്ജുവിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യയെ 2-1 പരമ്പര നേടാൻ സഹായിച്ചത്. എങ്കിലും എന്തുകൊണ്ടാണ് ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താതിരുന്നത്? അതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണെന്ന് സൂചിപ്പിക്കുന്നു. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇതിനോടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ തട്ടിച്ചു നോക്കുമ്പോൾ സഞ്ജു സാംസണ് ഏകദിന പരിചയം കുറവാണ്. സഞ്ജുവിന് 16 ഏകദിനങ്ങളുടെ പരിചയം മാത്രമാണുള്ളത്. 56.66 ശരാശരിയിൽ 510 റൺസും. KL രാഹുൽ 75 ഏകദിനങ്ങളിൽ നിന്ന് 2820 റൺസ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. വിശ്വസ്ത ബാറ്റർ എന്ന നിലയിൽ രാഹുൽ ഏകദിന ക്രിക്കറ്റിൽ സ്റ്റെബിലിറ്റി ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സീനിയർ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലേക്കും രാഹുൽ ഉയർന്നു കഴിഞ്ഞു. 2023 ICC ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം KL രാഹുൽ കാഴ്ചവെച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മധ്യനിരയിൽ രാഹുൽ വിശ്വസ്ത ബാറ്ററാണെന്നതാണ് സഞ്ജുവിന് സ്ഥാനം ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. സ്പിൻ അനുകൂല പിച്ചുകളിൽ സഞ്ജു സാംസൺ ബാറ്റിംഗിൽ വിഷമിക്കുന്നത് പതിവാണ്. ശ്രീലങ്കൻ പര്യടനത്തിൽ സ്പിൻ അനുകൂല പിച്ചുകളാണ് പ്രതീക്ഷിക്കേണ്ടത്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം പോലുള്ള വേദികളിൽ സ്പിൻ പിച്ചുകളാണ്. ബാറ്റർ എന്ന വശം വെച്ച് നോക്കുമ്പോൾ ഇക്കാരണവും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടീമിൽ നിന്ന് സഞ്ജു സാംസണെ ഒഴിവാക്കാൻ കാരണമായേക്കും. കൊളംബോ പ്രേമദാസ സ്റ്റേഡിയം സ്പിന്നർമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതാണ്, പ്രത്യേകിച്ച് ലെഗ് സ്പിന്നർമാരെ. ലങ്കയുടെ വനിന്ദു ഹസരംഗ 8 മത്സരങ്ങളിൽ 14 വിക്കറ്റ് ഇവിടെ സ്വന്തമാക്കിയിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസണെ 6 പ്രാവശ്യം ഹസരംഗ പുറത്താക്കിയെന്നതും ശ്രദ്ധേയം. ഇതെല്ലാം പരിഗണിച്ചാണ് സഞ്ജുവിനെ ലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്തിയതെന്ന് വേണം കരുതാൻ. ICC 2027 ഏകദിന ലോകകപ്പിനായി ടീമിനെ ഒരുക്കുന്നതിന്റെ ആദ്യ ചുവടാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം. ഏകദിന ക്രിക്കറ്റിൽ 2027 ലോകകപ്പ് വരെ നീളുന്ന സാന്നിധ്യമാണ് BCCI ആഗ്രഹിക്കുന്നത്. സഞ്ജുവിന് നിലവിൽ 29 വയസ്സുണ്ട്. 2027 ലോകകപ്പ് ആവുമ്പോഴേക്കും പ്രായം 32-ലെത്തും. പ്രായം മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എക്സ് ഫാക്ടറാണ് ഋഷഭ് പന്ത് എന്ന് സെലക്ടർമാർ വിശ്വസിക്കുന്നു. ICC 2020 ലോകകപ്പിൽ ഋഷഭ് പന്തിനെ 3-ാം നമ്പറിലിറക്കി ഫലം കണ്ടിരുന്നു. ടെസ്റ്റ് ടീമിലും ഏകദിന ടീമിലും നിർണായക ബാറ്റിംഗ് കാഴ്ചവെക്കുകയും പന്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം സഞ്ജുവിനെ മാറ്റി നിർത്താൻ കാരണമായേക്കുമെന്നാണ് നിഗമനം. 2015 2020 ക്രിക്കറ്റിൽ അരങ്ങേറിയ സഞ്ജു സാംസൺ ഏകദിന അരങ്ങേറ്റത്തിനായി 2021 വരെ കാത്തിരിക്കേണ്ടി വന്നു. 2021 ജൂലൈ 23-ന് ശ്രീലങ്കയ്ക്കെതിരായ കൊളംബോ ഏകദിനത്തിൽ സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറി. 16 മത്സരങ്ങളിൽ 14 ഇന്നിംഗ്സിൽ നിന്ന് ഇതുവരെ ആകെ 510 റൺസ് നേടി. 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണിത്.